ടോപ്പ് ഷൂട്ട് അഥവാ കയറുതല കയറി പോകുന്ന ടോപ്പിലെ തലകളാണ് നമ്മളത് വെട്ടിയെടുക്കുന്നത്. നമ്മളിത് ചെറിയ പോളിത്തീൻ കവറിലാക്കിയിട്ടാണ് ഇനി വേര് പിടിപ്പിക്കാൻ പോകുന്നത്. വെട്ടിയെടുത്തിട്ടാണ് നമ്മൾ വേര് പിടിപ്പിക്കുന്നത്. അതൊക്കെ ഈ വർഷക്കാലത്തെ പറ്റുള്ളൂ. കാരണം നമ്മൾ കുറേ പേര് കൊറിയറായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കൊറിയറായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പോളിത്തീൻ കവറിലാക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് കട്ട് ചെയ്യൽ. ഇതിൻ്റെ ഇവിടെ കട്ട് ചെയ്യും, ടോപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കണം. ഇതുപോലെ കുറേ എണ്ണം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒക്കെ ടോപ്പ് ഷൂട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ കവറിൽ വെച്ച് വേര് പിടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞു കുഞ്ഞു കവറുകളാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കൊറിയർ അയക്കാൻ എളുപ്പമായിട്ട് ഇങ്ങനെയുള്ള കവറേ പറ്റുള്ളൂ. തൂക്കം കൂടാതിരിക്കാൻ ഇത്ര ചെറിയ കവറേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അതിലാണ് നമ്മളിത് ടോപ്പ് ഷൂട്ട് പിടിച്ചിട്ട് നമ്മളിങ്ങനെ നട്ടു കൊടുക്കുകയാണ്. നട്ടു കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് വേര് പിടിപ്പിക്കുക. അപ്പോൾ അതിന് വാട്ടമൊന്നും വരില്ല, പെട്ടെന്ന് വേര് പിടിക്കും. അടുത്ത വർഷം തന്നെ നമുക്ക് ഈ കണ്ണിയിൽ നിന്നൊക്കെ കണ്ണിയൊക്കെ വലുതായി വന്ന് അടുത്ത വർഷം തന്നെ നമുക്ക് വിള കിട്ടുന്ന രീതിയാണ്. അടുത്ത വർഷം അല്ലെങ്കിൽ പിറ്റത്തെ വർഷം അത് നമ്മൾ നോക്കുന്ന രീതിയിലാണ്. കാരണം ഇത് കണ്ണി കുത്തിയതാണ്. ഇനി ഇതിൽ കണ്ണി കുത്താൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നോക്കുന്ന രീതിയിലനുസരിച്ച് ഇവിടുന്നൊക്കെ അത് കണ്ണി കുത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ പല വീഡിയോയിലും നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ എങ്കിലും ഈ വീഡിയോ ചെയ്യുമ്പോൾ നമ്മളൊന്ന് പറഞ്ഞതെന്ന് മാത്രം. അപ്പോൾ നമ്മളിത് നട്ടുപിടിപ്പിക്കുക. പിന്നെ നമ്മൾ അത്തിപ്പഴത്തിൻ്റെ കമ്പാണ് വേര് പിടിപ്പിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇത് വെട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ അത്തിപ്പഴം ഇങ്ങനെ ആയിട്ടുണ്ട് വെട്ടിയെടുത്തിട്ട്. നമുക്ക് ഇന്ന് 5 പീസ് കിട്ടിയിട്ടുണ്ട്. അത് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുകയാണ്. കഴിഞ്ഞ തവണ വേര് പിടിപ്പിച്ചൊക്കെ നമ്മൾ വളർന്ന് പോലെ അത്തിപ്പഴമൊക്കെ നന്നായിട്ടുണ്ടായി തുടങ്ങി. ഉണ്ടല്ലേ, നല്ല വലിയ തൈയായി. അപ്പോൾ നമ്മൾ ഒന്ന് കേടുവരുമെന്ന് കരുതിയിട്ട് നമ്മളതിനെ ഇരട്ടിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. അത് മുറിച്ചെടുക്കും തോറും അത് വളർന്നുകൊണ്ടിരിക്കും. വേറെ മറ്റുള്ള തൈകളൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മളിതിങ്ങനെ കാണുമ്പോൾ കരുതും, ഓ ഇതൊന്നാകെ എത്ര അത്തിപ്പഴം ഉണ്ടായിരുന്നതാണ് അതൊക്കെ കേടുവരുത്തിയെന്ന്. പക്ഷെ അത് കേടുവരുത്തല്ല, നമ്മൾ കൂടുതലായിട്ട് ഇരട്ടിപ്പിച്ചെടുക്കുകയാണ്. ഇതുപോലെ കൂടുതൽ തൈകൾ ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ ഇനി നമ്മൾ ഇതേപോലെ ടോപ്പ് ഷൂട്ട് എടുത്തിട്ട് നമ്മൾ ഓരോ പോളിത്തീൻ കവറിൽ ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കും. ഇതുപോലെ നട്ടുപിടിപ്പിക്കുക. നമ്മൾ ഇവിടെ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഓരോന്നായിട്ട് നമ്മൾ ഇതുപോലെ നട്ടു. വള്ളി അങ്ങനെ അങ്ങോട്ട് തറച്ചിടാൻ പാടില്ല, ഇങ്ങനെ കൈകൊണ്ട് കൂട്ടാൻ പാടില്ല. അതിൻ്റെ സ്കിന്നൊക്കെ മുറിവ് പറ്റും. അപ്പോൾ ഉണ്ടാവാൻ പ്രയാസമാണ്. ഇതുപോലെ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്താലൊരു വാട്ടമില്ലാത്ത രീതിയിൽ നമുക്ക് വേര് പിടിപ്പിക്കാൻ കഴിയും എന്ന് തന്നെയാണ് തോന്നുന്നത്. ഇനി നമുക്ക് മുമ്പേ പറഞ്ഞ പോലെ തന്നെ 2-3 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ അത്തിപ്പഴത്തിൻ്റെ തൈയും കമ്പും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ചകിരിച്ചോറിലാണ് ചെയ്യുന്നത്. കാരണം മണ്ണിൽ നമ്മൾ ഈ എഴുകിയ മണ്ണിൽ പെട്ടെന്ന് അളിഞ്ഞു പോകാൻ സാധ്യത. അത്തിപ്പഴത്തിനൊക്കെ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഒക്കെ ഈ ഉതിർന്ന മണ്ണിൽ വളരുന്ന സാധനങ്ങളാണ്. നമ്മളെ ഈ അളിഞ്ഞ മണ്ണിലൊന്നും പെട്ടെന്ന് വേര് പിടിച്ച് ടോപ്പ് ഷൂട്ട് അഥവാ കയറുതലൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതിലേക്കില്ല. ഇതിപ്പോൾ ഓൾറെഡി നനവുള്ള മണ്ണായതുകൊണ്ട് ഇപ്പോൾ നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും കുറച്ചൊന്ന് നനച്ചു കൊടുക്കാം. ഇനി കുറച്ച് കാലത്തിന് നനക്കൂല എന്നുള്ള രീതിയിൽ കുറച്ചൊന്ന് നനച്ചു കൊടുക്കുക. ചില കവറിൽ തീരെ നനയ്ക്കേണ്ട ആവശ്യമില്ല.
മണ്ണൊക്കെ നല്ല നനവുള്ളതാണ്. ഇനി നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താനുള്ളത് നമ്മൾ അത്തിപ്പഴത്തിൻ്റെ കമ്പുകളാണ്. അപ്പോൾ അതും കൂടി നട്ടു കഴിഞ്ഞാൽ ഇത് ഫില്ലായി. അതിനിവിടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ അതും കൂടി നട്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ ഇതാണ് ചകിരിച്ചോറ്. നമ്മൾ അത്തിപ്പഴത്തിൻ്റെ കമ്പ് വേര് പിടിപ്പിക്കാനും മുന്തിരിൻ്റെ കമ്പ് വേര് പിടിപ്പിക്കാനൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോകുന്നതായതുകൊണ്ട് മുന്തിരിൻ്റെ കമ്പ് പിന്നെ മണ്ണിലൊക്കെ വേര് പിടിക്കും. പക്ഷേ അത്തിപ്പഴത്തിൻ്റെ കമ്പ് വേര് പിടിക്കാൻ പെട്ടെന്ന് ഈ അഴുകിയ മണ്ണായതുകൊണ്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചകിരിച്ചോറാണ് എടുക്കുന്നത്. ഒരു 5-6 ബാഗിൽ ചകിരിച്ചോറ് നടക്കുക. അപ്പോൾ കുറേ പേര് മുന്തിരിയുടെ തൈകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് തൈ ഉണ്ടാക്കി കൊടുക്കണം. കമ്പ് മൂത്തിട്ടില്ല, എന്നാലും കുറേ മൂത്തതൊക്കെ നമ്മൾ വെട്ടിയെടുക്കണം. അപ്പോൾ 2-3 മുന്തിരി തൈ ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 4 കമ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കും. ഇനി നമ്മുടെ കമ്പുകൾ ഇങ്ങനെ ഓരോന്നായിട്ട് നട്ടു കൊടുക്കും. അപ്പോൾ അത്തിപ്പഴത്തിൻ്റെ കമ്പും മുന്തിരിയുടെ കമ്പൊക്കെ നമ്മൾ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞ് ഇനി നമ്മളിത് മൂടിയിടുകയാണ്. അതിൻ്റെ മുമ്പേ നമ്മൾ ഇത് ഇമ്മിഡിയറ്റ് ആയിട്ട് വെള്ളം ഇറ്റും. അപ്പോൾ ഈ ഇമ്മിഡിയറ്റിൽ വെള്ളം ഇറ്റുമ്പോൾ ഇതിലേക്കൊക്കെ വെള്ളം ഇറങ്ങിയാൽ ബുദ്ധിമുട്ടാവും. ഇത് നമ്മളെ അത്തിപ്പഴത്തിലേക്ക്. അപ്പോൾ അതിനൊരു കെയർ ചെയ്ത് കൊടുക്കണം. അതും കൂടി ചെയ്താൽ പിന്നെ നമുക്ക് മൂടിയിടാം. മുരിങ്ങക്കമ്പ്, അത്തിപ്പഴം അങ്ങനെയുള്ളതിൻ്റെ ഇവിടെയൊക്കെ വെള്ളം ഇറ്റി കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകും. അപ്പോൾ അത് നമ്മൾ 100% നമ്മൾ ചെയ്തു വെച്ചത് പൊടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു കവചം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ 2 മുരിങ്ങക്കമ്പ് പൊടിക്കാത്തതിൻ്റെ കാരണം അതാണ്. ഇതിലുള്ള ഇമ്മിഡിയറ്റ് വെള്ളം ഇങ്ങനെ ഇറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇറ്റുന്നത് ഇങ്ങോട്ട് ചെല്ലുമ്പോൾ അത് ചീഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടി നമ്മളിങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ട് കൊടുക്കുന്നു. നമ്മൾ അനുഭവം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ലെട്ടിലെടുക്ക് ചെയ്ത് വെച്ച് നോക്കുകയാണ് പൂർണ്ണമായിട്ടും പിടിക്കുക എന്നറിയാൻ വേണ്ടി. അപ്പോൾ ഇനി ഇത് നമ്മൾ മൊത്തമായിട്ട് കവർ ചെയ്യാൻ പോകും. അപ്പോൾ അങ്ങനെ നമ്മളത് അതിൻ്റെ പഴയ രൂപത്തിൽ തന്നെ കവർ ചെയ്ത് വെച്ചു. ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്കിതിൽ കമ്പുകളും തൈകളൊക്കെ വേര് പിടിപ്പിച്ചെടുക്കാം. ഈ പ്ലാസ്റ്റിക് കവറിന് കീറുന്നവരെ നമുക്കിത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അറിയാത്തവർക്കായിട്ട് വീണ്ടും കാണിച്ചു തരാണ്. കയറുതല ടോപ്പ് ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. വേര് പിടിച്ചു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ അവസ്ഥ. ഈ രീതിയിൽ നമ്മൾ കുരുമുളക് വള്ളി ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കും. കണ്ടില്ല, ഇവിടെ പറ്റി പിടിച്ച്. ഇതിന് വലിയ പൈപ്പോ അന്ന് താങ്ങുകാലിൻ്റെ മരമോ ഒക്കെ ചെയ്ത് കൊടുത്താൽ അതിലൂടെ ഇങ്ങനെ കയറി പോയിട്ട് 1 വർഷം കൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് വിളവെടുക്കാൻ കഴിയും. അപ്പോൾ അതാണ് നമ്മൾ കീറുതല വെച്ചാലുള്ള ഗുണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും നമ്മളെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. കണ്ടിഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ ബൈ, നന്ദി, നമസ്കാരം.